അപ്പം നമ്മുടെ ഫ്ലാക്സ് സീഡ് ബ്രെഡും അതിൻ്റെ മുകളിൽ ഞാനിതേ ഒരു ടൊമാറ്റോയൊക്കെ വെച്ച് അപ്പോൾ ഇതേ 10 മിനിറ്റിലുണ്ടാക്കിയ ഫ്ലാക്സ് സീഡ് ബ്രെഡ് ഞാൻ കുറച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊരു മസാല ബ്രെഡ് പോലെ ആക്കി ഞാനിത് ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പോവുകയാണ്. അപ്പം ഞാൻ ഈ ബ്രെഡ് ഇത് രണ്ടായിട്ടൊന്ന് മുറിച്ച് അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്ന എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടോ. ഞാൻ അവിടെ പോയാണെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പം ഞാൻ രാവിലെ തന്നെ പെട്ടെന്നൊരു ഫ്ലാക്സ് സീഡ് ബ്രെഡ് ഉണ്ടാക്കി. അതിൻ്റെ മുകളിൽ ഞാനൊരു ടൊമാറ്റോയൊക്കെ വെച്ച് ഒരു ചീസൊക്കെ വെച്ചിട്ട് കുറച്ച് കൊറിയാണ്ടർ ചട്നിയും ഒക്കെ ഒഴിച്ച് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് സിമ്പിളാണ്, 2 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്, മൈക്രോവേവ് ചെയ്ത്. അത്രയും സിമ്പിളാണിത്. അപ്പം ഹെൽത്തിയാണ്, കാരണം ഫ്ലാക്സ് സീഡ് ആണല്ലോ. അപ്പം എല്ലാവരും ഇതൊന്നും വാച്ച് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമൻ്റൊക്കെ ഇടണേ. അപ്പോൾ ഈ പാത്രത്തിലാണ് ഞാൻ ബ്രെഡ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യമേ തന്നെ ഒരു എഗ്ഗ് ഇതിലേക്ക് പൊട്ടിച്ച് ഇടുവാണ്. ഞാൻ ഈ എഗ്ഗ് ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇത് 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡാണ്. ഇത് ഞാൻ മിക്സിയുടെ ചെറിയ ബൗളിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാൻ പോവുകയാണ്. അത് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ഇത് പൊടിക്കണതാണ് നല്ലത്. നേരത്തെ പൊടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു കയ്പോ അല്ലെങ്കിൽ ഒരു ബിറ്റർ ടേസ്റ്റൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഈ 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് നന്നായിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വരട്ടെ. അപ്പോൾ അത് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഞാനിത് പാത്രത്തിലേക്ക് ഇടുവാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുവാണ്, എല്ലായിടത്തും ആവാൻ പാകത്തിന്. ഞാൻ ഈ എഗ്ഗ് ഇത് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യാൻ പോവാം. നല്ല രീതിയിൽ ആ എഗ് വൈറ്റും എഗ് യോക്കും തമ്മിൽ നന്നായിട്ട് അങ്ങ് ബ്ലെൻഡ് ആയാലാണ് ഈ ഫ്ലാക്സ് സീഡും കൂടെ ഇട്ട് കഴിയുമ്പം അത് നന്നായിട്ട് കിട്ടുള്ളൂ. നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്യട്ടെ. സാധനം ഇല്ലെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്താൽ മതി. ബീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒരു നുള്ളു ഉപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കുക. ഇതൊരു 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡറാണ്. ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഗാർലിക് ബ്രെഡ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അത് ഇടുന്നതാണ്. പിന്നെ കുറച്ച് ഒറിഗാനോ ഒക്കെ ഇട്ടാൽ നല്ലതാണ്, ഉള്ളവരെ ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. ഞാൻ കുറച്ച് ഒറിഗാനും കൂടെ ഇടുന്നുണ്ട്. ഇനി ഇതൊന്നുകൂടെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫ്ലാക്സ് സീഡ് പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഫ്ലാക്സ് സീഡ് പൊടിച്ചിടുവാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഫ്ലാക്സ് സീഡ് ഇങ്ങനെ മുട്ടയായിട്ട് ഇത് മിക്സായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാനിത് ബേക്ക് ചെയ്യാൻ പോവാണ്. ഇത് ശരിക്കും മൈക്രോവേവിൽ ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി, ഇത് ബേക്കായി കിട്ടും. നമ്മൾ മറ്റേ കൺവെൻഷൻ ഓവനിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഫ്ലാക്സ് സീഡ് ബ്രെഡ് മൈക്രോവേവ് ചെയ്യാൻ പോവാണ് 2 മിനിറ്റ്. അപ്പോൾ അതേ മൈക്രോവേവിലേക്ക് ഞാൻ വെച്ച് 2 മിനിറ്റ് ഇടാൻ പോവാണ്. അപ്പോൾ ഫ്ലാക്സ് സീഡ് വെച്ചിട്ടുള്ള ബ്രെഡ് റെഡിയായി. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കി, നന്നായിട്ട് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് മറിച്ചെടുക്കാം.
ഞാനിതിൻ്റെ കുറച്ച് ചീസൊക്കെ ആഡ് ചെയ്യുവാണ്. ഈ ബ്രെഡ് ഒരു മീലായിട്ട് നമുക്ക് കഴിക്കാം. നമ്മുടെ ഫ്ലാക്സ് സീഡ് ബ്രെഡാണ്. ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം മൈക്രോവേവിൽ, ഈ ചീസൊന്ന് മെൽറ്റ് ചെയ്യാനാണ്. അപ്പം നമ്മുടെ ഫ്ലാക്സ് സീഡ് ബ്രെഡും അതിൻ്റെ മുകളിൽ ഞാനിതേ ഒരു ടൊമാറ്റോയൊക്കെ വെച്ച് ചീസൊക്കെ വെച്ച് ഇതാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്ന ഫ്ലാക്സ് സീഡ് ബ്രെഡ്. അത് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ബ്രെഡിലേക്ക് ഞാൻ കുറച്ച് കൊറിയാണ്ടർ ചട്നിയും അതുപോലെ തന്നെ ഈ ചില്ലി ഓയിലും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ചില്ലി ഓയിൽ ഉണ്ടാക്കാനായിട്ട് ഒലിവ് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒലിവ് ഓയിൽ നന്നായിട്ട് ചൂടാക്കിയിട്ട് കാശ്മീരി ചില്ലി പൗഡറും ഗാർലിക് പൗഡറും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ഒക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ഇളക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ചില്ലി ഓയിൽ റെഡിയായി. ഇത് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഈ ചില്ലി ഓയിൽ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ. അതുപോലെ തന്നെ കൊറിയാണ്ടർ ചട്നിയിലാണെങ്കിലും മല്ലിയില നന്നായിട്ട് അരച്ച് പുളിയൊക്കെ ഇട്ട് ആപ്പിൾ സൈഡർ വിനീഗറൊക്കെ ഇട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഈ മസാലകളൊക്കെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ബ്രെഡിന് ഒരു പ്രത്യേക ടേസ്റ്റായി. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിതൊന്ന് എടുത്ത് പൊക്കി കാണിച്ചു തരാം. അതുകൊണ്ട് ഒരു സ്ലൈസ് ബ്രെഡാണിത്. അത് ആ ഒരു ബ്രെഡിൻ്റെ സ്ലൈസിനേക്കാളും കുറച്ചുകൂടെ കട്ടിയുണ്ട്. നല്ല ടേസ്റ്റുമാണ് ഇതിന്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സൂപ്പർ ബ്രെഡാണ്, നല്ല റെസിപ്പിയാണ്, വെയിറ്റ് ലോസിനും ഹെൽപ്പ് ചെയ്യും. ഇത് കട്ട് ചെയ്തപ്പോൾ ഇത് ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ബ്രെഡിലും നല്ലൊരു ടേസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻ്റ് ഇടാൻ മറന്നു പോകരുത്, ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, താങ്ക് യു.